നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാസുവേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇപ്പൊ പോലീസ് സ്റ്റേഷനില് ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ലല്ലോ ഭഗവാനെ. അച്ഛനെ അവര് തല്ലു അമ്മേ? അറിയില്ല മോനെ, ഓർത്തിട്ട് എനിക്ക് വയ്യ. അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും വരാനുള്ളത് വന്നു. ഇനി എങ്ങനെ അച്ഛനെ അതിൽ നിന്ന് രക്ഷിക്കാം, അതല്ലേ നമ്മൾ നോക്കേണ്ടേ? എന്നാലും മോളെ, അമ്മേ അഖിൽ സാർ അതിനല്ലേ പോയിരിക്കുന്നേ. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഉറപ്പായും അച്ഛൻ അവരെ വിട്ടയക്കും. ദേ അഖിലേട്ടൻ വന്നു. അല്ല അച്ഛനെവിടെ? വാസുവേട്ടൻ അവരെ വിട്ടയച്ചിലേക്ക് മോനെ. ഇല്ലമ്മേ, വിട്ടില്ല. അതിന് അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല എന്ന് നമുക്കറിയില്ലേ? സംഗതി ശരിയാണ്, പക്ഷേ കേസ് അല്പം സ്ട്രോങ് ആണ്. രാത്രി ക്ഷേത്രത്തില് അച്ഛനും സെക്യൂരിറ്റി മാത്രം ഉണ്ടായിരുന്ന. രാവിലെ സെക്യൂരിറ്റിയെ കാണാനില്ല. തിരുവാഭരണം തിരിച്ചു കിട്ടിയിട്ടുമില്ല. അതിനൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ പോലീസ് അച്ഛനെ റിലീസ് ചെയ്യൂ. അപ്പൊ അച്ഛൻ ഇന്ന് രാത്രി സ്റ്റേഷനിലെ സെല്ലിൽ കഴിയണമെന്നാണോ? അതിനിടയ്ക്ക് അച്ഛനെ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വിജയിച്ച ഭാഗ്യം. സാർ, ഞാൻ JK സാറിനെ ഒന്ന് വിളിക്കാം. മധുരയിലെ പ്രോഗ്രാമിന് എത്തില്ല എന്ന് പറയാം. അച്ഛൻ ഇങ്ങനൊരവസ്ഥയില് എനിക്ക് പാടാൻ വയ്യ. JK സാറിനെ വിളിച്ച് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാനോ? എന്ത് മണ്ടത്തുര ശ്യാമേ നീ പറയുന്നത്? അച്ഛൻ ഈ വീട്ടിൽ തിരിച്ചെത്താതെ ഞാൻ എങ്ങോട്ടുമില്ല. ആദ്യ ശ്യാമ, ഞാൻ പറയുന്ന കേൾക്ക്. ശ്യാമ കൃത്യസമയത്ത് മധുരയിൽ പോകുന്നു, പ്രോഗ്രാമിൽ പാടുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ചെയ്തോളാം. ശ്യാമ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ വേണ്ട. എയർപോർട്ടിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഫ്ലൈറ്റിൽ കയറുന്ന കാര്യമൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്യാമ, പോകാനുള്ള കാര്യം നോക്ക്. അയ്യോ സാർ, ഒന്നും പറയണ്ട, വേഗം റെഡിയാവ്. ഞാൻ ശ്യാമയെ എയർപോർട്ടിലാക്കിയിട്ടേ സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.